അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് പാലക്കാടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി, മല്ലിയില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ പട്ട, കറാമ്പ്, ഏലക്ക, ഇത് ലീവ്സ്, പട്ടൻ്റെ ലീഫ് ഉണ്ടാവില്ലേ അത്. നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം. പൊടിച്ച് അതിൽ കൂടെ തന്നെ ഞാൻ ഈ ചതക്കാനുള്ള ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്നായിട്ട് ചതക്കുക ചെയ്യുക. പട്ടയും കറാമ്പും ഏലക്കായും മറ്റേ ലീവ്സൊക്കെ പൊടിച്ചിട്ട് അതിന് ശേഷം അതിൽ കൂടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട്, ചെറിയ ഉള്ളിയുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒക്കെ ചതച്ചിട്ട് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കാം നമുക്ക്. ഓയിലൊന്ന് ചൂടാവട്ടെ. കുറച്ച് നെയ്യ് ഒഴിക്കാം നമുക്ക്, ഒരു 1-2 സ്പൂണ്. അതിന് ശേഷം നമുക്ക് സവോള ഇതിൽക്കോട്ടെ. സവോള ഇട്ട ശേഷം നന്നായി കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഇളക്കുക. കുറച്ച് കല്ലുപ്പിടുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ നമുക്ക് മൂടി വെക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട കല്ലുപ്പിട്ടത് കൊണ്ട് ഇത് പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒന്ന് നന്നായി മൂടി വെക്കാം. മസാല അരിയാണിത്, ഇത് കഴുകി വാര വെക്കണം. ഉള്ളി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ പേസ്റ്റ് നമുക്ക് അതിൽ ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഇടുന്ന വീഡിയോ അത് മിസ്സായി പോയി. നമുക്ക് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി ഇത് നല്ലോണം മൊരിഞ്ഞ് വരണം. ഇത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ മൊരിഞ്ഞ് നല്ല മണം പോകും. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് തക്കാളി ഇടുക, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി ഇടുക. നന്നായി മൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വേറെ അരി കഴുകി വെക്കണം. എനിക്ക് ഈ ബിരിയാണിനോട് നല്ല താല്പര്യമാണ്. ശരിക്കും ആദ്യം നല്ല ഇതും ബീഫും കൊണ്ടൊക്കെ വെച്ച് നല്ല രസമായിരിക്കാം. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ. അതുകൊണ്ട് ബീഫൊക്കെ നല്ല അലർജി. അതുകൊണ്ട് ഞാൻ ചിക്കൻ തന്നെ ഇവിടെ മാക്സിമം മക്കൾ പറയും ചിക്കൻ തന്നെ ചെയ്താൽ മതി, ചിക്കനോ ആടും കൂടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ തന്നെ മാക്സിമം ചെയ്യും. അവർക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ മാത്രം വിരുന്നേരൊക്കെ വരുമ്പോൾ വെച്ചാൽ അവർക്ക് ഇപ്പോൾ ബീഫോ ആടോ ഒക്കെ വാങ്ങിച്ച് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം മാത്രം കഴിക്കും. അല്ലാത്തപ്പോൾ എന്നാലും എനിക്ക് വാങ്ങിക്കുമ്പോൾ ചിക്കൻ വാങ്ങിക്കും. എപ്പോഴൊന്നും വെക്കില്ല, എപ്പോഴെങ്കിലൊക്കെ തന്നെ വെക്കുക. നമ്മുടെ ഈ ഇടങ്ങറിൻ്റെ ഇടയിൽ കൂടെ ഒന്നും അങ്ങനെയൊന്നും വെക്കാൻ നിൽക്കില്ല. എപ്പോഴെങ്കിലൊക്കെ നല്ല മക്കൾ വരികയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബിരിയാണി വെക്കാൻ നിൽക്കും. കുട്ടികൾ ആവശ്യപ്പെട്ട രാവിലെ എത്ര നാശത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാകും. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി 1 സ്പൂൺ, 2 സ്പൂൺ ഇടാം. ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് അത്ര വലിയ എരിവുണ്ടാവില്ല. ഒരിത്തിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനുശേഷം നന്നായി ഇളക്കുക. ഇതൊന്ന് ഒരുപാട് കരിയണ പോലെ ആവരുത്. ഇതൊന്ന് മുരിഞ്ഞ് ഒരു ചുവപ്പ് കളർ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തക്കാളി ഇടാം. പാലക്കാടൻ ബിരിയാണി കുറച്ച് ചുവപ്പ് കളറുണ്ടാകും രീതിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് പാലക്കാടൻ ബിരിയാണി. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അവിടെ നമുക്ക് ചിലപ്പോൾ തോന്നും വേറെ വെള്ളം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയല്ല. നല്ലൊരു ചുവപ്പ് കളറായി പോലെ ചുവപ്പ് കളർ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം. തക്കാളി, മല്ലിയിലയും ഒപ്പിടാം. ഈ മസാലയൊക്കെ അതിൻ്റെ മേലെ കൂടി പിടിക്കും, അല്ലെങ്കിൽ അടിയരി. അപ്പോൾ നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൂട്ടി
യോജിപ്പിച്ച് വെക്കുക. കുറച്ച് നേരം ഈ തക്കാളി വേവാൻ വേണ്ടിയിട്ടുള്ള സിമ്മിലിട്ട് വെക്കുക. തക്കാളി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മൂടിയിടുക. സിമ്മിലിട്ടിട്ട് മൂടിയിടുക. സിമ്മിലാക്കുക. തക്കാളി വേകുമ്പോഴത്തേന് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ അരിയുടെ കഴുകി വാര വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നതാണ്, അപ്പോൾ ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഗ്യാസ് കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അത് നമ്മൾ ഇനിയിപ്പോൾ ഒരുപാട് വേവാൻ നിന്നാൽ ഇതല്ലേ കോഴിയല്ലേ, അപ്പോൾ അത് എളുപ്പം വേവുന്ന സാധനം. നമ്മളിപ്പോൾ അത് തിളക്കുമ്പോഴും വേവും, ദമ്മിട്ടാലും വേവും. അതുകൊണ്ട് കുറച്ചൊരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് മൂടിയിടും. 2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കും. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കും. കാരണം അതിൽ ഇറച്ചിയിലും വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നല്ല യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് മൂടിയിടുക. തിളക്കണവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തരാം കേട്ടാ, ആയിട്ട് തരാം കേട്ടാ. വേണ്ടിയത് ഇനി ആയിരിക്കാം വേണ്ടി? ഇതിന് വേണ്ട എന്നാൽ കൊടുക്കൂല കേട്ടാ. അതെ, ഐഷ് കുളിച്ചിട്ട് വന്നിട്ട് വീഴണം. ഒന്ന് പറയൂന്നെ ഐഷ് മോളെ, ബിരിയാണി വേണം? വീഡിയോ എടുക്കണം മമ്മ. ബിരിയാണി വേണം പറയും. അപ്പൊക്കെ തരാം. തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അരി നന്നായി തിളച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് അരി ഇടാം. അരി എടുക്കണ്ട കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എടുത്തിട്ടത് ഇങ്ങനെ എടുത്താൽ കുഴപ്പമില്ല. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക ഒക്കെ ചെയ്യുക. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. തൈരും ചെറുനാരങ്ങയും അതിൽ ലേശം കളറും കലക്കി വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നമ്മൾ യോജിപ്പിക്കുക. അതിപ്പോൾ ഗ്യാസിലല്ല വെക്കുന്നത്, അതുകൊണ്ട് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മറ്റേത് അടുപ്പിലാണെങ്കിൽ നമുക്ക് വിറകിൻ്റെ അടുത്ത് മേലെ താഴെ തീയിട്ട് വെച്ചാൽ നല്ല ബിരിയാണി. പിന്നെ ഇതിൻ്റെ ഡബിൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ എനിക്കിവിടെ അടുപ്പില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, വാടക വീടല്ലേ, അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ചെയ്യാൻ പാടില്ല, അടുപ്പിടാനും പാടില്ല. നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ കളറില്ലേ, കളറും തൈരും നാരങ്ങയൊക്കെ ഒഴിച്ചത് അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നന്നായി വെക്കുക, മൂടിയിടുക. നമുക്കത് ബിരിയാണി അന്നൊക്കെ ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് മേലെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് മറ്റേ തീയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ദമ്മിടാനുള്ള സൗകര്യം കുറച്ച് കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് അടിയിൽ ഇങ്ങനെ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. സിമ്മിലിട്ടാൽ മതി. അതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മൂടി വെക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കുക. ശേഷം നമ്മൾ നന്നായി അതിലൊക്കെ എല്ലായിടത്തേക്കും എത്തണ വരെ അത്
അടിയിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും. ചൂട് കയറും തോറും അത് വലിച്ചെടുക്കും. അപ്പോൾ നെയ്യൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി പോകും. അതിനുശേഷം നമുക്ക് നന്നായി മൂടി വെച്ചിട്ട് എന്താ ചെയ്യുക, അവിടെ കുട്ടികൾ നല്ല തമ്മിൽ യുദ്ധവും. അതിനുശേഷം നമുക്ക് ബിരിയാണി ആയ ശേഷം നമുക്ക് കാണിച്ച് ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വിളമ്പാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഇവിടെ. ബിരിയാണി തിന്നുന്ന തിരക്കിലാണ്. ബെഡിൽ കയറിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതാ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഒരാൾ കഴിക്കുന്നത്. ഇഷ്ടമായ അമ്മമാർ ബിരിയാണി ഇഷ്ടമായ? പാലക്കാടൻ ബിരിയാണിയാണ്. എൻ്റെ താത്താൻ്റെ അടുക്ക് കൊണ്ടുപോവുകയാണ് ബിരിയാണി. ഓടിവാ ഓടിവാ, എങ്ങോട്ടാ നോക്കണത് കുട്ടി? ഓടി 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 ഓടിവാ. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി സൂപ്പറായിട്ടുണ്ടോ? സൂപ്പറായിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യണം.